ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീറ്റത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് പാത്രങ്ങൾ കഴുകാനായിട്ട് നിന്നപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകി. പിന്നെ എനിക്ക് തോന്നി ഉണ്ടിരിക്കെ വിളി വന്നു എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി മുറ്റത്ത് പുല്ല് പറിക്കണമെന്ന്. അപ്പം ഞാനിതൊക്കെ അവിടെ ഇട്ടിട്ട് പുല്ല് പറിക്കാൻ പോയി. പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞ് ആ വെയിലൊക്കെ കൊണ്ടുവന്ന് പാകം വേർത്തു. അപ്പം പിന്നെ പോയി കുളിച്ചിട്ട് ബാക്കിയുള്ള പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വേസ്റ്റൊക്കെ കളഞ്ഞു. സ്ലാബൊക്കെ ക്ലീനാക്കിയതിന് ശേഷം ഇന്ന് പരിപ്പും ചക്കക്കുരും മാങ്ങയാണ് വെക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുക്കളയൊക്കെ നല്ല വൃത്തിയിലിരിക്കുമ്പോൾ നമുക്ക് വേഗം സ്പീഡിൽ നമ്മുടെ പണികളൊക്കെ തീരും. അപ്പോൾ പിന്നെ കറി വെക്കാനായിട്ട് നിന്നു. ഉച്ചതിരിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പച്ചക്കറിയാണ് ഇന്ന് വെക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ 14-ാം തീയതി പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നോലുമ്പിലാണ് ഞങ്ങൾ. പിന്നെ ചക്കക്കുരു മാങ്ങയൊക്കെ ഞാൻ ആദ്യമേ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടു. പിന്നെ പരിപ്പ് കഴുകിയിട്ടു. കുറച്ച് 2-3 പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് വേവിക്കാൻ വെച്ചു. അത് വെവണ സമയം കുറച്ച് നേരം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളവിടെ പഠിക്കുന്നുണ്ട്. അവൾക്ക് 9-ാം ക്ലാസ്സിലാണ്. 9-ാം ക്ലാസ്സിലത്തെ എക്സാം നാളെ തൊട്ട് തുടങ്ങും. അപ്പോൾ അവൾക്ക് ഒരു ഡാർക്ക് ഫാൻറ്റസി കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു. പിന്നെ ഇവിടെ അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്. എണീക്കാൻ പറ്റില്ല, തളർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അമ്മ നല്ല ഉറക്കത്തിലാണ്. രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ സമയത്ത് നല്ല ഉറക്കം. അപ്പോൾ അമ്മയ്ക്കും കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പടം വറുത്തു. പിന്നെ ക്യാരറ്റ് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ തോരൻ വെച്ചു. പിന്നെ നമ്മുടെ പരിപ്പും ചക്കക്കുരും കറി അത് കടുക് വറുത്തു. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് കഴുകിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് അതൊക്കെ ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ്. ആ കറികളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അമ്മ തനിയെ കഴിച്ചോളും. കുറേ സമയം എടുക്കുമെന്ന് മാത്രം. പക്ഷേ കുറേ സമയം എടുത്താലും അത് കുറേശ്ശെയായിട്ട് ആളിരുന്ന് കഴിക്കും. അപ്പോൾ ആ ടൈം കൊണ്ട് എനിക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. എനിക്ക് ഡ്രസ്സുകളൊക്കെ കഴുകിടാനുണ്ടായിരുന്നു. രാവിലെ അമ്മ മൂത്രം ഒഴിച്ചിട്ടുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ രാവിലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള ഡ്രസ്സും കൂടി കഴുകിയിട്ട് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ചേട്ടൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.